വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിലെ ഇന്ത്യ ഫാക്സില് നമ്മൾ എന്താ പഠിച്ചത്? ഇന്ത്യയിലെ നൃത്തരൂപങ്ങൾ പഠിച്ചു. ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ അല്ലെ. 8 ക്ലാസിക്കൽ നൃത്തരൂപങ്ങളെ കുറിച്ച് പഠിച്ചു. ഇനി നൃത്തരൂപങ്ങളിൽ കുറച്ച് കാര്യം കൂടി നമുക്ക് പഠിക്കാണ്ട്. ഇന്ത്യയിൽ ഇത്രയും മാത്രം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ ഉള്ളതില് ചില പ്രദേശങ്ങളിൽ ചില പ്രത്യേക നൃത്തരൂപങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട്, ബാംബു ഡാൻസ് എവിടെയാ കാണുക? ബാംബു ഡാൻസ് കാണപ്പെടുന്നത് മിസോറാമിലാണ്. അതുപോലെ തന്നെ സ്വാങ് എന്ന് പറയുന്ന ഒരു നൃത്തരൂപം എവിടെയാണ്? സ്വാങ് ഹരിയാനയിലാണ്. തമാശ എവിടെയാണ്? തമാശ മഹാരാഷ്ട്രയിലാണ്. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നൃത്തരൂപങ്ങൾ പ്ലസ് ഇനി നമ്മളോട് ചില ഉത്സവങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതായത് ഒരു ഉത്സവത്തിന്റെ പേര് തന്നിട്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുംഭമേള എവിടെയാ നടക്കണേ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഗുഡി പാഡ്വ എവിടെയാ നടക്കണേ, അതുപോലെ തന്നെ ഗണേശോത്സവം എവിടെയാ നടക്കണേ, സൺബേൺ മേള എവിടെയാ നടക്കണേ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം വ്യത്യസ്ത ഉത്സവങ്ങളെ കുറിച്ച് പഠിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായിട്ടുള്ള കുംഭമേളയെ കുറിച്ച് നമുക്ക് പഠിക്കണം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ അത്ര ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് ഉത്സവങ്ങളുടെ പേരും അല്ലെങ്കിൽ കുറച്ച് ഡാൻസ് ഫോംസിന്റെ പേരും സ്റ്റേറ്റും പറയുമ്പോൾ ഇത്തിരി കൺഫ്യൂഷൻ ആണ്. പക്ഷെ നമ്മൾ അങ്ങനെ ക്ലാസ് നമുക്ക് ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് അധികം നമ്മൾ അങ്ങനെ ദിവസങ്ങൾ നമുക്ക് കളയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ടീച്ചർ ഉത്സവവും അതുപോലെ തന്നെ നൃത്തരൂപവും ഉത്സവങ്ങളിൽ പ്രധാനമായിട്ടുള്ള കുംഭമേളയും എല്ലാം കൂടെ ഒരു ക്ലാസ്സിലായിട്ട് പറയാൻ പോവാ. റിപ്പീറ്റ് ചെയ്തൊക്കെ പറയാം, ഒപ്പം തന്നെ പഠിച്ചു പോവാട്ടോ നമുക്ക്. അപ്പൊ ആദ്യം തന്നെ കുംഭമേളയെ കുറിച്ച് പറഞ്ഞാലോ. അപ്പൊ കുംഭമേളയെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീർത്ഥാടന ഉത്സവം എന്ന് തന്നെ നമുക്ക് കുംഭമേളയെ വിശേഷിപ്പിക്കാം. ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന ഉത്സവമാണ്. നമ്മൾ തുളസീദാസിന്റെ രാമചരിത മാനസം എന്ന് പറയുന്ന കൃതി കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ മെഡീവൽ ഇന്ത്യയൊക്കെ പഠിക്കുമ്പോൾ അബുൾ ഫസലും അബുൾ ഫൈസി അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് പഠിക്കും. അപ്പൊ അബുൾ ഫസലിന്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയുണ്ട്. ആ കൃതിയുടെ പേര് ഐനി അക്ബറി എന്നാണ്. അബുൾ ഫസലിന്റെ കൃതിയാണ് ഐനി അക്ബറി. അപ്പൊ ഈ അബുൾ ഫസലിന്റെ ഐനി അക്ബറി എന്ന് പറയുന്ന കൃതിയിലും അതുപോലെ തന്നെ തുളസീദാസിന്റെ ഏതാണ് രാമചരിത മാനസം എന്ന് പറയുന്ന കൃതിയിലൊക്കെ പ്രയാഗിനെ കുറിച്ചും അതുപോലെ തന്നെ കുംഭമേളയെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് അത്ര. പക്ഷേ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ആദിശങ്കരൻ അഥവാ ശങ്കരാചാര്യർ. അപ്പൊ ഈ ആദിശങ്കരൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ദാർശനിക ചർച്ചകള് എന്താ പറയുന്നത്, ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഹിന്ദു സമ്മേളനങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ എല്ലാ ഭാഗത്തും എന്താണ് നമുക്ക് ഹിന്ദു സമ്മേളനങ്ങൾ നടത്തണം എന്നുള്ള അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് ഈ ഒരു കുംഭമേള ഉണ്ടായ എന്നാണ് പറയുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കുംഭമേളയിലേക്ക് വരാം. കുംഭമേളയെ പ്രധാനമായിട്ടും നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. 3 തരം കുംഭമേളകളാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവുക. ഒന്ന് നമ്മൾ പറയും പൂർണ്ണ കുംഭമേള എന്ന്. ഒന്ന് പറയും പൂർണ്ണ കുംഭമേള. ആ പൂർണ്ണ കുംഭമേള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഓരോ വ്യാഴവട്ടത്തിലാണ് പൂർണ്ണ കുംഭമേള നടക്കണേന്നാ പറയാ. ഓരോ വ്യാഴവട്ടക്കാലത്ത്. ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12 വർഷമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർണ്ണ കുംഭമേള നടക്കുന്നത് 12 വർഷം കൂടുമ്പോഴാണ്. ഇനി അടുത്തത് അർദ്ധ കുംഭമേള എന്ന് പറയുന്ന കുംഭമേളയുണ്ട്. അർദ്ധ കുംഭമേളയുടെ പ്രത്യേകത ഇതിന്റെ പകുതി അഥവാ എന്താണ് 6 വർഷം കൂടുമ്പോഴാണ് എന്ത് നടത്തുക? അർദ്ധ കുംഭമേള നടത്തുക. ഇനി അടുത്തത് മഹാകുംഭമേളയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു പ്രാവശ്യം മാത്രം അതും കാണാൻ പറ്റും എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. കാരണം 144 എന്താ പറയുന്നത് വർഷം കൂടുമ്പോഴേ നടക്കുള്ളൂ എന്ത് മഹാകുംഭമേള എന്ന് പറഞ്ഞാൽ. അപ്പൊ കുംഭമേളകൾ തന്നെ 3ഉണ്ട്: പൂർണ്ണ കുംഭമേള, അർദ്ധ കുംഭമേള, മഹാകുംഭമേള തുടങ്ങിയവയാണ്. പൂർണ്ണ കുംഭമേള ഒരു വ്യാഴവട്ടം എത്ര വർഷമാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 12 വർഷമാണെന്ന് മനസ്സിലാക്കുക. അപ്പോ 12 വർഷം കൂടുമ്പോൾ പൂർണ്ണ കുംഭമേളയും അർദ്ധ കുംഭമേള 6 വർഷം കൂടുമ്പോഴും മഹാകുംഭമേള 144 വർഷം കൂടുമ്പോഴും നടക്കണമെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഈ എന്താ പറയുന്നത് 12 വർഷം കൂടുമ്പോഴുള്ള കുംഭമേള 4 സ്ഥലങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ആ 4 സ്ഥലങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ഉത്തർപ്രദേശിലെ അലഹബാദ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അല്ലെ. ഉത്തർപ്രദേശിലെ അലഹബാദിലെ പ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഉത്തർപ്രദേശിലെ അലഹബാദിലെ പ്രയാഗിൽ ത്രിവേണി സംഗമ സ്ഥാനത്ത് നടക്കുന്നു. ഉത്തർപ്രദേശിലെ അലഹബാദിലെ പ്രയാഗിൽ ത്രിവേണി സംഗമ സ്ഥാനത്ത് കുംഭമേള നടക്കുന്നുണ്ട്. അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ
രണ്ടാമത്തത് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലും എന്ത് നടക്കുന്നുണ്ട്? ഈ കുംഭമേള നടക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡില് എവിടെയാ നടക്കണേ? ഹരിദ്വാറിലാണ് നടക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഏത് നദിയുടെ തീരത്താണ്? ഗംഗാ നദിയുടെ തീരത്ത് നടക്കുന്നു. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാം. അടുത്തത് നമ്മൾ പറയും മഹാരാഷ്ട്രയില്. ഉം മഹാരാഷ്ട്ര സംസ്ഥാനത്ത് നാസിക്. നാസിക് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഗോദാവരി തീരത്താണ്. അപ്പൊ മഹാരാഷ്ട്രയിലെ നാസിക്കില് ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരി നദീ തീരത്തും എന്ത് നടക്കുന്നുണ്ട്? നമ്മുടെ ഈ കുംഭമേള നടക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി അടുത്തത് മധ്യപ്രദേശാണ് അടുത്തത് പറയുന്നത്. മധ്യപ്രദേശിലെ ഉജ്ജയിനി എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നു. ഉജ്ജയിനി ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ക്ഷിപ്ര നദിയുടെ തീരത്താണ്. അപ്പൊ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ക്ഷിപ്ര നദീ തീരത്തും, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരി തീരത്തും, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗാ നദീ തീരത്തും, ഉത്തർപ്രദേശിലെ അലഹബാദിലെ പ്രയാഗിൽ ത്രിവേണി സംഗമ സ്ഥാനത്തും ഒക്കെ തന്നെ എന്ത് നടക്കുന്നുണ്ട്? കുംഭമേള നടക്കുന്നുണ്ട്. അതില് ത്രിവേണി സംഗമ സ്ഥാനത്ത് മാത്രമാണ് എന്ത് നടക്കുന്നത്? മഹാകുംഭമേള നടക്കുന്നത്. അപ്പൊ മഹാകുംഭമേള എവിടെയാ നടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലെ അലഹബാദിലെ പ്രയാഗിൽ ത്രിവേണി സംഗമ സ്ഥാനത്താണ് എന്ത് നടക്കുക? മഹാകുംഭമേള നടക്കുക എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. അപ്പൊ ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീർത്ഥാടന ഉത്സവം അല്ലെ? ഏത് മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഈ കുംഭമേള? ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ്? തീർത്ഥാടന ഉത്സവമാണ്. ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീർത്ഥാടന ഉത്സവം എന്ന് നമുക്ക് കുംഭമേളയെ വിശേഷിപ്പിക്കാം. തുളസീദാസിന്റെ രാമചരിത മാനസം എന്ന് പറയുന്ന കൃതിയിലും അതുപോലെ തന്നെ അബുൾ ഫസലിന്റെ ഐനി അക്ബറി എന്ന് പറയുന്ന കൃതിയിലൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ശരിക്കും ഇതിന്റെ കാരണക്കാരൻ, ഇങ്ങനെ ഒരു ഉത്സവം ഉണ്ടാവാൻ കാരണക്കാരൻ നമ്മുടെ ഹിന്ദു തത്വചിന്തകനായ ശങ്കരാചാര്യനാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ദാർശനിക ചർച്ചകൾക്ക് ഹിന്ദു സമ്മേളനങ്ങൾ ആരംഭിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അതിന്റെ സമഫലമായിട്ടാണ് ഈ ഉത്സവം ഉണ്ടായേ എന്ന് പറയുന്നു. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കുംഭമേളകളാണെന്ന് നമ്മൾ പഠിച്ചു. ഒന്ന് നമ്മൾ പൂർണ്ണ കുംഭമേള, അത് ഓരോ വ്യാഴവട്ടം കഴിയുമ്പോഴും നടക്കും, അതായത് 12 വർഷം കൂടുമ്പോൾ നടക്കും. അടുത്തത് അർദ്ധകുംഭമേള, അത് ഓരോ 6 വർഷം കൂടുമ്പോഴാണ് നടക്കുക. അടുത്ത മഹാകുംഭമേള, അത് എന്താണ്? 144 വർഷം കൂടുമ്പോഴാണ് നടക്കുക. ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് കുംഭമേള നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ അലഹബാദിലെ പ്രയാഗിൽ ത്രിവേണി സംഗമ സ്ഥാനത്തും, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗാനദിയുടെ തീരത്തും, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരി തീരത്തും, മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ക്ഷിപ്ര നദീ തീരത്തും എന്ത് നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുംഭമേളകൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതിൽ മഹാകുംഭമേള നടക്കുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദിലെ പ്രയാഗിൽ ത്രിവേണി സംഗമ സ്ഥാനത്താണ് എന്നും നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇതോടുകൂടി എന്ത് കഴിഞ്ഞു? കുംഭമേള എന്ന് പറയുന്ന പരിപാടി അവസാനിച്ചു. അപ്പൊ കുംഭമേള ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പൊ നമ്മൾ ഒരു ഉത്സവത്തെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ ഇന്ത്യയില് ഓരോ സ്ഥലങ്ങളിലുള്ള ഉത്സവങ്ങളെ കുറിച്ച് പഠിക്കാം. ആദ്യം തന്നെ നമ്മുടെ സംസ്ഥാനത്തേക്ക് കടക്കാം. കേരളത്തിന്റെ ഉത്സവം എന്ന് പറയുന്നത് ഏതാണ്? കേരളത്തിന്റെ സംസ്ഥാന ഉത്സവം അല്ലെങ്കിൽ ഔദ്യോഗിക ഉത്സവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഓണത്തെയാണ്. നമ്മുടെ അടുത്തപ്പുറത്തുള്ള ആൾക്കാരെ കുറിച്ചൊന്നും നമ്മൾ പഠിക്കാം. അടുത്തത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഉത്സവത്തിനെ നമ്മൾ വിളിക്കും ഒന്ന് പൊങ്കൽ ഉത്സവം, അടുത്തത് തൈപ്പൂയം. അപ്പൊ പൊങ്കല്, തൈപ്പൂയം എന്നീ പറയുന്ന ഉത്സവങ്ങൾ നടക്കുന്നത് കേരളത്തിന്റെ അയൽക്കാരനായ ആരുടെ അടുത്താണ്? തമിഴ്നാട് സംസ്ഥാനത്താണ്. ഇനി അടുത്തത് കർണാടക സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട ഒരു ഉത്സവത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കൂ. ആ ഉത്സവത്തിന്റെ പേര് ഗുഡി പാഡ്വ എന്നാണ്. അപ്പൊ ഗുഡി പാഡ്വ ഉത്സവം കർണാടകയിൽ നടക്കുന്നു. തമിഴ്നാട്ടിൽ പൊങ്കലും തൈപ്പൂയവും നടക്കുന്നു. കേരളത്തിൽ എന്ത് നടക്കുന്നു? ഓണം നടക്കുന്നു അല്ലെ? ഇനി അടുത്തത് നമ്മുടെ അടുത്ത ആൾക്കാർ തന്നെയാണ് എന്ത്? ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ബ്രഹ്മോത്സവം എന്ന് പറയും. അപ്പൊ ബ്രഹ്മോത്സവം നടക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ആന്ധ്രാപ്രദേശിലാണ് എന്ന് മനസ്സിലാക്കിക്കോളൂ. ഇനി അടുത്തത് ഗോവയിൽ നടക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉത്സവത്തിന്റെ പേര് ഗോകുൽ അഷ്ടമി എന്നാണ്. അപ്പൊ ഗോകുൽ അഷ്ടമി എന്ന് പറയുന്ന ഉത്സവം നടക്കുന്നത് എവിടെയാണ്? ഗോവയിലാണ്. ഗോകുൽ അഷ്ടമി നടക്കുന്നത് ഗോവയിലാണ്. ഇനി അതുപോലെ തന്നെ ഏഷ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗീത ഉത്സവമായ സൺബേൺ മേള
നടക്കുന്നതും സൺബേൺ മേള നടക്കുന്നതും ഗോവയിലാണ് എന്ന് മനസ്സിലാക്കുക. ഇത് ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട എന്ത് ഉത്സവമാണ്? സംഗീത ഉത്സവമാണ്. അതിന്റെ പേരാണ് സൺബേൺ മേള. അത് നടക്കുന്നത് ഗോവയിലാണ്. ഇതിന്റെ സ്ഥിര ആസ്ഥാനം ഗോവയിലാണ്. ഇടയ്ക്ക് ഗോവയിൽ നിന്ന് നമ്മൾ പൂനെയിലേക്ക് മാറ്റുണ്ടായി, പിന്നീട് ഗോവയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംഗീത മേളയായിട്ടുള്ള സൺബേൺ മേളയും അതുപോലെ തന്നെ ഗോകുൽ അഷ്ടമിയും നടക്കുന്നത് എവിടെയാണ്? ഗോവയിലാണ്. ഇനി അടുത്തത് മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ഉത്സവം. മഹാരാഷ്ട്രയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ് ഗണേശോത്സവം എന്ന് പറയുന്നത്. അപ്പൊ ഗണേശോത്സവം നടക്കുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണെന്ന് മനസ്സിലാക്കിക്കോളൂ. തുടക്കം തൊട്ട് വീണ്ടും നമ്മൾ പറയാണ്, കേരളത്തിലെ ഓണമാണെന്ന് നമുക്കറിയാം. തമിഴ്നാട്ടിൽ പൊങ്കലും തൈപ്പൂയവും നടക്കുന്നു. പൊങ്കൽ, തൈപ്പൂയം എന്നീ ഉത്സവങ്ങൾ തമിഴ്നാട്ടിലാണ്. ഗുഡി പാഡ്വ ഉത്സവം നടക്കുന്നത് കർണാടകയിലാണ്. ബ്രഹ്മോത്സവം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഗോകുൽ അഷ്ടമി നടക്കുന്നത് ഗോവയിലാണ്. അതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട സംഗീത ഉത്സവമായ സൺബേൺ മേള നടക്കുന്നത് ഗോവയിലാണ്. ഗണേശോത്സവം മഹാരാഷ്ട്രയിലാണ്. തമിഴ്നാട് പൊങ്കൽ തൈപ്പൂയം, കർണാടക ഗുഡി പാഡ്വ, ആന്ധ്രാപ്രദേശ് ബ്രഹ്മോത്സവം, ഗോവ ഗോകുൽ അഷ്ടമി. ഏഷ്യയിലെ ഏറ്റവും പ്രധാന സംഗീതോത്സവം സൺബേൺ മേളയും ഗോവയിൽ തന്നെ, മഹാരാഷ്ട്രയിൽ ഗണേശോത്സവം. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് തെലങ്കാനയിലെ ഉത്സവങ്ങൾ പഠിച്ചു വെക്കുക. തെലങ്കാനയിലെ പ്രധാനപ്പെട്ട ഉത്സവം ഏത് എന്ന് ചോദിച്ചാൽ തെലങ്കാനയില് ബൊണാലു എന്ന് പറയുന്ന ഒരു ഉത്സവമുണ്ട്. അപ്പൊ ബൊണാലു എന്ന് പറയുന്ന ഉത്സവം നടക്കുന്നത് തെലങ്കാനയിലാണ്. അതുപോലെ തന്നെ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു ഉത്സവത്തിന്റെ പേര് ബാത്തു. എന്താണ്? ബാത്തു കമ്മ എന്നാണ്. അപ്പോ തെലങ്കാനയിൽ നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ, ഒന്നിന്റെ പേര് ബൊണാലു എന്നും അടുത്തതിന്റെ പേര് ബാത്തു കമ്മ എന്നുമാണ്. അപ്പൊ ബാത്തു കമ്മ, ബൊണാലു എന്നീ ഉത്സവം നടക്കുന്നത് എവിടെയാണ്? തെലങ്കാനയിലാണ്. ഇനി അടുത്തത് ഒഡീഷയിൽ നടക്കുന്ന ഉത്സവങ്ങൾ ഓർത്തു വെച്ചോളൂ. ഒഡീഷയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട, ഒഡീഷയിലാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ കൊണാർക്ക് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. അത്രയേ ഉള്ളൂ. അപ്പൊ ഒഡീഷയിൽ കൊണാർക്ക് ഫെസ്റ്റിവൽ നടക്കുന്നു. ഇനി ഗുജറാത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നൃത്തരൂപത്തിന്റെ പേരും ഗർഭ എന്നാണ്. അതുപോലെ തന്നെ ഗുജറാത്തിലെ ഉത്സവത്തിനും ഗർഭ ഉത്സവം എന്ന് പേരുണ്ട്. ഗർഭ ഉത്സവം. അതുപോലെ തന്നെ നവരാത്രി അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവമാണ്. അപ്പൊ ഗർഭ, നവരാത്രി എന്നിവ ഗുജറാത്തിലെ ഉത്സവങ്ങളാണ്. ഇനി അടുത്തത് മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശിലെ കാര്യം പറയുമ്പോൾ മധ്യപ്രദേശിൽ ഖജുരാഹോ ഉത്സവം നടക്കുന്നു. അപ്പൊ ഖജുരാഹോ ഉത്സവം നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. ഇനി അടുത്തത് ജാർഖണ്ഡിൽ നടക്കുന്ന ഉത്സവത്തെ കുറിച്ച് പഠിച്ചു വെക്കുക. ജാർഖണ്ഡിൽ നടക്കുന്ന, ഇന്ത്യയിലെ ജാർഖണ്ഡ് സംസ്ഥാനത്തിൽ നടക്കുന്ന ഉത്സവത്തിന്റെ പേര് സർഹുൽ ഉത്സവം എന്നാണ്. സർഹുൽ ഉത്സവം നടക്കുന്നത് ജാർഖണ്ഡിലാണ്. ഇനി വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഉത്സവത്തിന്റെ പേര് ദുർഗാ പൂജ എന്നാണ്. അപ്പൊ ദുർഗാ പൂജ എവിടെ നടക്കുക? വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നു. അതുപോലെ തന്നെ രാജസ്ഥാനിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഉത്സവത്തിന്റെ പേര് ഭണ്ഡി ഉത്സവ് എന്നാണ്. അപ്പൊ ഭണ്ഡി ട്ടോ, ബാലന്റെ ബായാണ്. ഒന്നും കൂടെ നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതാം. അപ്പൊ ഭണ്ഡി ഉത്സവം എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഭണ്ഡി ഉത്സവം ട്ടോ, ഭണ്ഡി ഉത്സവം നടക്കുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഒന്നും കൂടെ പറയട്ടെ മക്കളെ ടീച്ചർ. തെലങ്കാനയിലെ ബൊണാലു, ബാത്തൂക്കമ്മ ഉത്സവങ്ങളും ഒഡീഷയിലെ കൊണാർക്ക് ഫെസ്റ്റിവലും ഗുജറാത്തിലെ ഗർഭ, നവരാത്രി ഉത്സവങ്ങളും മധ്യപ്രദേശിൽ ഖജുരാഹോ ഉത്സവവും ജാർഖണ്ഡിൽ സർഹുൽ ഉത്സവവും വെസ്റ്റ് ബംഗാളിൽ ദുർഗാ പൂജ എന്ന് പറയുന്ന ഉത്സവവും രാജസ്ഥാനിൽ ഭണ്ഡി ഉത്സവവും നടക്കുന്നു. ഭണ്ഡി ഉത്സവം നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ, ദുർഗാ പൂജ നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ, സർഹുൽ മേള നടക്കുന്നത് ജാർഖണ്ഡ്, ഖജുരാഹോ ഫെസ്റ്റിവൽ നടക്കുന്നു മധ്യപ്രദേശ്, ഗർഭ ഉത്സവം, നവരാത്രി ഉത്സവം നടക്കുന്നു ഗുജറാത്ത്, ഒഡീഷയിൽ കൊണാർക്ക് ഫെസ്റ്റിവൽ ആണ്, ബൊണാലു, ബാത്തൂക്കമ്മ എന്നീ ഉത്സവങ്ങൾ തെലുങ്കാനയിലാണ്. കേരളത്തിലെ ഓണം, തമിഴ്നാട്ടിൽ പൊങ്കൽ തൈപ്പൂയം, കർണാടകയിൽ ഗുഡി പാഡ്വ, ആന്ധ്രാപ്രദേശിൽ ബ്രഹ്മോത്സവം, ഗോവയിൽ ഗോകുൽ അഷ്ടമി, ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട സംഗീതോത്സവമായ സൺബേൺ മേളയും എവിടെ തന്നെയാണ്? ഗോവയിൽ തന്നെയാണ്. മഹാരാഷ്ട്ര ഗണേശോത്സവം, തെലങ്കാനയിൽ ബൊണാലു ബാത്തൂക്കമ്മ, ഒഡീഷയിൽ കൊണാർക്ക് ഫെസ്റ്റിവൽ, ഗുജറാത്തിൽ ഗർഭ, നവരാത്രി ഉത്സവങ്ങൾ, മധ്യപ്രദേശിൽ ഖജുരാഹോ ഉത്സവം, ജാർഖണ്ഡിൽ സർഹുൽ ഉത്സവം, വെസ്റ്റ് ബംഗാളിൽ ദുർഗാ പൂജ, രാജസ്ഥാനിൽ ബണ്ഡി ഉത്സവം. ഇത്രയും കാര്യം ക്ലിയർ ആയോ? രാജസ്ഥാൻ വരെ ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഉത്തർപ്രദേശ് ചോദിക്കണേ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതായിരിക്കും? കുംഭമേളയായിരിക്കും. അപ്പൊ മഹാകുംഭമേള ഉത്തർപ്രദേശിലെ അലഹബാദിലെ പ്രയാഗിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനേക്കാൾ വലിയൊരു ഉത്സവം അവിടെ നടക്കാനില്ല. അപ്പൊ ഉത്തർപ്രദേശിലെ കുംഭമേളയാണ്. ഇനി അടുത്തത് ഹരിയാന. ഹരിയാന നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഹരിയാന എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് തന്നെയാണ്. ഹരിയാന ബൈശാഖി, ബൈശാഖി എന്ന് പറയുന്ന ഉത്സവം നടക്കുന്നത് ഹരിയാനയിലാണ്. ഇനി അടുത്തത് ഡൽഹിയിലെ ഉത്സവമാണ് ചോദിക്കുന്നത്
ചോദിക്കുന്നതെങ്കിൽ ഡൽഹിയിൽ നടക്കുന്ന ഉത്സവത്തിന്റെ പേര് ഗുദുബ് ഫെസ്റ്റിവൽ എന്നാണ്. ഗുദുബാണ് കേട്ടോ മക്കളെ, ഗുദുബ്. അപ്പൊ ഗുദുബ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ നടക്കുന്ന ഡൽഹിയിലാണ്. ഉത്തർപ്രദേശിൽ കുംഭമേള, ഹരിയാനയിൽ ബൈശാഖി, ഡൽഹിയിൽ ഗുദുബ് നടക്കുന്നു. ഇനി അടുത്തത് പഞ്ചാബിൽ ഏതാ നടക്കുന്നത്? പഞ്ചാബിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലിന്റെ പേര് ലോഹ്രി ഫെസ്റ്റിവൽ എന്നാണ്. ലോഹ്രി ചോദിച്ചിട്ടുള്ളത്, ലോഹ്രി ട്ടോ. ലോഹ്രി പഞ്ചാബിലാണ്. ഇനി അടുത്തത് ചോദിക്കുകയാണ് ഉത്തരാഖണ്ഡിൽ ഏത് ഫെസ്റ്റിവൽ ആണ്? അപ്പൊ ഉത്തരാഖണ്ഡിലെ ഫെസ്റ്റിവൽ ആണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരാഖണ്ഡിലെ ഫെസ്റ്റിവലിന്റെ പേര് ഗംഗാ ദുഷീറ എന്നാണ്. എന്താണ് ഗംഗ? ഉത്തരാഖണ്ഡിലെ ഗംഗാ ദുഷീറ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ എവിടെ നടക്കുന്നു? ഉത്തരാഖണ്ഡിൽ നടക്കുന്നു. ഇനി ഹിമാചൽ പ്രദേശിൽ എന്ത് നടക്കണേ? ഹിമാചൽ പ്രദേശിൽ നടക്കുന്ന ഉത്സവത്തിന്റെ പേര് ഗോച്ചി ഉത്സവം എന്നാണ്. അപ്പൊ ഗോച്ചി ഉത്സവം നടക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഇനി ലഡാക്കിൽ നടക്കുന്ന ഉത്സവം ഏതാണ്? ലഡാക്കിൽ നടക്കുന്ന ഉത്സവത്തിന്റെ പേര് ലോസർ ഉത്സവം എന്നാണ്. അപ്പൊ ലഡാക്കിൽ എന്ത് ഉത്സവം നടക്കുന്നു? ലോസർ ഉത്സവം നടക്കുന്നു. അപ്പൊ ഇത്രയൊന്ന് പഠിച്ചേ. ഉത്തർപ്രദേശിൽ കുംഭമേള നടക്കുന്നു, ഹരിയാനയിൽ ബൈശാഖി ഉത്സവം നടക്കുന്നു, ഡൽഹിയിൽ ഗുതുബ് ഫെസ്റ്റിവൽ നടക്കുന്നു, പഞ്ചാബിൽ ലോഹ്രി ഫെസ്റ്റിവൽ നടക്കുന്നു, ഉത്തരാഖണ്ഡിൽ ഗംഗാ ദുഷീറ ഉത്സവം നടക്കുന്നു, ഹിമാചലിൽ ഗോച്ചി ഉത്സവം നടക്കുന്നു, ലഡാക്കിൽ ലോസർ ഉത്സവം നടക്കുന്നു. അപ്പൊ ലോസർ ഉത്സവം നടക്കുന്നത് ലഡാക്കിലാണ്, ഗോച്ചി ഫെസ്റ്റിവൽ വേദി ഹിമാചലാണ്, ഗംഗാ ദുഷീറ ഫെസ്റ്റിവൽ ഉത്തരാഖണ്ഡിലാണ്, ലോഹ്രി ഫെസ്റ്റിവൽ പഞ്ചാബിലാണ്, ഗുതുബ് ഫെസ്റ്റിവൽ ഡൽഹിയിലാണ്, ബൈശാഖി ഫെസ്റ്റിവൽ ഹരിയാനയിലാണ്, ഉത്തർപ്രദേശിൽ കുംഭമേളയാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അരുണാചൽ പ്രദേശിലെ ഉത്സവമാണ്. അപ്പൊ അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ഉത്സവത്തിന്റെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ അരുണാചൽ പ്രദേശിൽ ലോസർ ഫെസ്റ്റിവൽ. അരുണാചൽ പ്രദേശിൽ ഏതാണ്? ലോസർ ഫെസ്റ്റിവൽ. അപ്പൊ ലോസർ ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിൽ ലഡാക്കിലൊക്കെ ഉണ്ട് അല്ലെ. ഇനി അടുത്തത് അസ്സാം. PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് അസ്സാം. അസ്സാം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ബിഹു എവിടെയാ നടക്കണേന്ന് എപ്പോഴും ചോദിക്കും. ബിഹു അസ്സാമിലാണ്. ഇനി അടുത്തതും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് നാഗാലാൻഡ്. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നാഗാലാൻഡിന്റെയും അതുപോലെ തന്നെ ബിഹു, അങ്ങനെ അതുപോലെ പഞ്ചാബ്, അങ്ങനെ കേട്ടോ. നാഗാലാൻഡില് ഹോൺബിൽ ഫെസ്റ്റിവലാണ് നടക്കണേ. നാഗാലാൻഡിൽ എവിടെയാണ്? ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ്. മേഘാലയ ഇതൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ പഠിക്കാണ്ട് പറ്റില്ലല്ലോ. ഇനി ചോദിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ വെങ്ങള എന്ന് പറയുന്ന ഫെസ്റ്റിവൽ നടക്കുന്നത് മേഘാലയയിലാണ്, വെങ്ങള. ഇനി അടുത്തത് ത്രിപുരയിൽ നടക്കുന്നു ഗർജി പൂജ. ത്രിപുരയിൽ നടക്കുന്നു ഗർജി പൂജ കേട്ടോ. അപ്പൊ ഗർജി പൂജ എവിടെയാണ് നടക്കുന്നത്? ത്രിപുരയിലാണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് മണിപ്പൂരിൽ നടക്കുന്ന ഉത്സവം ഏതാണെന്ന് ഓർത്തു വയ്ക്കുക. മണിപ്പൂരിൽ നടക്കുന്ന ഉത്സവത്തിന്റെ പേര് പൊറാഗ് ഫെസ്റ്റിവൽ എന്നാണ്. പൊറാഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് മണിപ്പൂരിലാണ്. ഇനി അടുത്തത് മിസോറാമിൽ നടക്കുന്ന ഉത്സവം. മിസോറാമിൽ നടക്കുന്ന ഉത്സവത്തിന്റെ പേര് ചപ്ചാർ എന്നാണ്. ചപ്ചാർ ഫെസ്റ്റിവൽ, ചപ്പ് ചാർ കേട്ടോ. ചപ്ചാർ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? മിസോറാമിലാണ്. അടുത്തത് സിക്കിമിൽ നടക്കുന്ന ഉത്സവം പഠിക്കണം. സിക്കിമിൽ ലൊസൂങ് മേള എന്ന ഉത്സവം നടക്കുന്നു. ലൊസൂങ് മേള. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് മേളകളും അതുപോലെ തന്നെ ഉത്സവങ്ങളും പഠിക്കാം. ലോസൂങ് ആണ് കേട്ടോ, ലോസൂങ് മേള. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ മക്കളെ? അപ്പൊ അരുണാചൽ പ്രദേശിൽ ലോസർ ഫെസ്റ്റിവലും, അസാമിൽ ബിഹുവും, അതുപോലെ നാഗാലാൻഡിൽ ഹോൺബിൽ ഫെസ്റ്റിവലും, മേഘാലയയിൽ വെങ്ങള ഫെസ്റ്റിവലും, ത്രിപുരയിൽ ഗർച്ചി പൂജയും, മണിപ്പൂരിൽ പൊറാങ് ഫെസ്റ്റിവലും, മിസോറാമിൽ ചപ്ചാർ മേളയും, സിക്കിമിൽ ലൊസൂങ് മേളയും നടക്കുന്നു. അപ്പൊ ലൊസൂങ് മേള സിക്കിമിൽ നടക്കുന്നു, ചപ്ചാർ മേള മിസോറാമിൽ നടക്കുന്നു, പൊറാഗ് ഫെസ്റ്റിവൽ മണിപ്പൂരിൽ നടക്കുന്നു, ലോസർ മേള അരുണാചൽ പ്രദേശിൽ നടക്കുന്നു, ബിഹു ഫെസ്റ്റിവൽ ആസാമിൽ നടക്കുന്നു, ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡിൽ നടക്കുന്നു, വെങ്ങള ഫെസ്റ്റിവൽ മേഘാലയയിൽ നടക്കുന്നു, ഗർജി പൂജ ത്രിപുരയിൽ നടക്കുന്നു. ലോസർ അരുണാചൽ പ്രദേശ്, ബിഹു ആസാം, ഹോൺബിൽ നാഗാലാൻഡ്, വെങ്ങള മേഘാലയ, ഗർജി പൂജ ത്രിപുര, പൊറാഗ് മണിപ്പൂർ, ചപ്ചാർ മിസോറാം, ലോസൂങ് മേള സിക്കിം. ക്ലിയർ ആയോ? ഇത്രയാണ് നമ്മളെ ഉത്സവങ്ങൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നൃത്തരൂപങ്ങളാണ്. ഓരോ സംസ്ഥാനങ്ങളും എടുത്തിട്ട് ആ സംസ്ഥാനത്തിന്റെ നൃത്തരൂപങ്ങളും കൂടി നമുക്ക് പഠിച്ചു വെക്കാം. അപ്പൊ അതിൽ ആദ്യത്തെ നമ്മൾ പറയാൻ പോകുന്നത് കേരളമാണ്. കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ് ഏതെന്ന് നമ്മൾ പഠിച്ചു? മോഹിനിയാട്ടം അല്ലെ. കേരളത്തിന്റെ ഔദ്യോഗിക നൃത്തരൂപം, തനത് നൃത്തരൂപമാണ് മോഹിനിയാട്ടം. അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനമായിട്ടുള്ള നൃത്തരൂപങ്ങളാണ് കഥകളിയും ഓട്ടൻതുള്ളലും. അപ്പൊ
ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേരളത്തിൽ പഠിക്കണം. ബാക്കി പഠിക്കേണ്ടെന്നല്ല, ഇനി കലാസംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ പഠിക്കും. കേരളത്തിൽ മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ തുടങ്ങിയവയാണ്. കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നമ്മൾ ഇന്ത്യയിലെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, ഭരതനാട്യം തമിഴ്നാട്ടിലാണ് ഉടലെടുത്തത് അല്ലെ, അത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അവിടത്തേതാണ് കോലാട്ടം, തമിഴ്നാട്ടിലെയാണ് കോലാട്ടം പോലെ തന്നെ അവിടുത്തേതാണ് കരകാട്ടം എന്ന് പറയുന്നതും തമിഴ്നാട്ടിലെയാണ്. കോലാട്ടം, കരകാട്ടം, തെരുക്കൂത്ത്. എന്താണ് തെരുക്കൂത്ത്? അപ്പൊ കോലാട്ടം, കരകാട്ടം, തെരുക്കൂത്ത്, ഭരതനാട്യം തുടങ്ങിയവ എവിടത്തെയാണ്? തമിഴ്നാട്ടിലെയാണ്. ഇനി കർണാടകയിലെ പ്രസിദ്ധമായിട്ടുള്ള നൃത്തരൂപങ്ങളുടെ പേര്: ഒന്ന് യക്ഷഗാനം. യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കാസർഗോഡ് ജില്ലയാണ്. ഇനി അടുത്തത് ദൊല്ലഗുനിത. യക്ഷഗാനം കഴിഞ്ഞാൽ അവിടുത്തെ അടുത്ത ഒരു നൃത്തരൂപത്തിന്റെ പേര് ദൊല്ലഗുനിത എന്നാണ്. അടുത്തതിന്റെ പേര് പട്ടഗുനിത എന്നാണ്. എന്താണ്? പട്ടഗുനിത എന്നാണ്. അപ്പൊ ദൊല്ലഗുനിത, പട്ടഗുനിത, യക്ഷഗാനം തുടങ്ങിയവ കർണാടകയിലെയാണ്. ഇനി അടുത്തത് ഗോവയിലെയാണ്. ദേഖ്നി. ഗോവയിലെ നൃത്തരൂപത്തിന്റെ പേര് ദേഖ്നി എന്നാണ്. അപ്പൊ ദേഖ്നി നൃത്തരൂപം ഗോവയിലാണ്. അടുത്തത് PSCക്ക് വളരെ ഇഷ്ടമുള്ള മഹാരാഷ്ട്രയിലെ ഒരു നൃത്തരൂപത്തിന്റെ പേരാണ് തമാശ. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. തമാശ എവിടത്തെയാണ്? തമാശ മഹാരാഷ്ട്രയിലെയാണ്. തമാശ കൂടാതെ മഹാരാഷ്ട്രയിൽ ലാവ്നി എന്ന് പറയുന്ന ഒരു നൃത്തരൂപമുണ്ട്. അതുപോലെ തന്നെ ലസിം എന്ന് പറയുന്ന ഒരു നൃത്തരൂപമുണ്ട്. കൂടാതെ ദാഹി കാല എന്ന് പറയുന്ന നൃത്തരൂപമുണ്ട്. അപ്പൊ തമാശ, ലാവ്നി, ദസിം, ലാഹി കാല നൃത്തരൂപങ്ങൾ മഹാരാഷ്ട്രയിലാണ് കാണപ്പെടുന്നത്. ഇനി ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ടത് ഒരെണ്ണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പൊ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെ നൃത്തരൂപമാണ്, നമുക്കറിയാം അല്ലെ. അതുപോലെ തന്നെ കൊട്ടം എന്ന് പറയുന്ന ഒരു നൃത്തരൂപവും ആന്ധ്രാപ്രദേശിൽ കാണപ്പെടുന്നു. കൊട്ടം. ഇനി അടുത്തത് പഞ്ചാബിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു നൃത്തരൂപത്തിന്റെ പേര്. ഒന്ന് നിങ്ങൾ എല്ലാവരും പറയും, അത് നമ്മൾ എപ്പോഴും PSCക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്, ബംഗ്ര. അടുത്തത് ഏതാണ്? ഗിഡ. അപ്പൊ ബംഗ്ര, ഗിഡ എവിടെയാണ്? പഞ്ചാബാണ്. അടുത്തതും നിങ്ങൾ എല്ലാവരും പറയുന്ന ഒരു ചോദ്യമാണ് ഗുജറാത്തിലെ ഏതാ മക്കളെ? ഗർഭ നൃത്തം അല്ലെ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടല്ലോ എപ്പോഴും. അതുപോലെ ചോദിക്കാറുള്ള തന്നെയാണ് രാസലീലയും ഗുജറാത്തിലെയാണ്. ഇനി അടുത്തതും ചോദിച്ചിട്ടുണ്ട് ദാണ്ടിയ റാസ്. അപ്പൊ ഗർഭ, രാസലീല, ദാണ്ടിയ റാസ്. അതുപോലെ തന്നെ ഇനിയുണ്ട് ബാവൈ എന്ന് പറയുന്ന നൃത്തരൂപം. അതുപോലെ തന്നെ തിപ്തി എന്ന് പറയുന്ന നൃത്തരൂപം. ഇതൊക്കെ ഗുജറാത്തിലെ നൃത്തരൂപങ്ങളാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും നൃത്തരൂപങ്ങൾ ഒന്ന് പഠിച്ച എല്ലാവരും. കേരളത്തിലെ മോഹിനിയാട്ടം, കഥകളി, ഓട്ടൻതുള്ളൽ എന്നീ നൃത്തരൂപങ്ങളാണ്. തമിഴ്നാട്ടിൽ ഭരതനാട്യം, കോലാട്ടം, അതുപോലെ കരകാട്ടം, തെരുക്കൂത്ത് തുടങ്ങിയ നൃത്തരൂപങ്ങളാണ്. കർണാടകയിലെ നൃത്തരൂപങ്ങളാണ് യക്ഷഗാനം, ദൊല്ലഗുനിത, പട്ടഗുനിത. ഈ യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഗോവയിലാണ് ദേഖ്നി എന്ന് പറയുന്ന നൃത്തരൂപം കാണപ്പെടുന്നത്. തമാശ, ലാവ്നി, ലസിം, ദാഹി കാല തുടങ്ങിയ നൃത്തരൂപങ്ങൾ മഹാരാഷ്ട്രയിലേതാണ്. കുച്ചിപ്പുടി ഉടലെടുത്തത് ആന്ധ്രാപ്രദേശിലാണ്. കൊട്ടവും ആന്ധ്രാപ്രദേശിലെ പ്രധാന നൃത്തരൂപമാണ്. ബംഗ്ര, അതുപോലെ തന്നെ ഗിഡ പഞ്ചാബിലെ നൃത്തരൂപങ്ങളാണ്. ഗർഭ, ദാണ്ടിയ റാസ്, അതുപോലെ രാസലീല, ബാവൈ, തിപ്തി തുടങ്ങിയവ ഗുജറാത്തിലെയാണ്. ഇപ്പൊ ഗർഭ, രാസലീല, ദാണ്ടിയ റാസ്, ബാവൈ, തിപ്തി ഗുജറാത്ത്. ബംഗ്ര, ഗിഡ പഞ്ചാബ്. കുച്ചിപ്പുടി, കൊട്ടം ആന്ധ്രാപ്രദേശ്. തമാശ, ലാവ്നി, ലസിം, ദാഹി കാല മഹാരാഷ്ട്ര. ദേഖ്നി ഗോവ. യക്ഷഗാനം, ദൊല്ലഗുനിത, പട്ടഗുനിത കർണാടക. ഭരതനാട്യം, കോലാട്ടം, കരകാട്ടം, തെരുക്കൂത്ത് തമിഴ്നാട്. മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ കേരളം. ഇപ്പൊ ബംഗ്ര പഞ്ചാബ്, ഗർഭ ഗുജറാത്ത്, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്ടില് ഭരതനാട്യം, മഹാരാഷ്ട്രയിലെ തമാശ, കർണാടകയിലെ യക്ഷഗാനം അല്ലെ, അതുപോലെ തന്നെ ഗുജറാത്തിലെ ബാവൈ, തിപ്തി. ഇതൊക്കെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്തു വെക്കണം എല്ലാവരും കേട്ടോ. ഇനി അടുത്തത് മണിപ്പൂരിലെ നൃത്തരൂപങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മണിപ്പൂർ സംസ്ഥാനത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നൃത്തരൂപമാണ് മഹാരസ, ലായി ഹരേബ. മഹാരസ. എന്താണ്? മഹാരസ. അടുത്തത് ലായി. മഹാരസ കൂടാതെ ലായി ഹരേബ, മഹാരസ, ലായി ഹരേബ തുടങ്ങിയവ മണിപ്പൂരിലാണ്. ഇനി അസമിലെ നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസമിലാണ് ബിഹു അല്ലെ. ബിഹു വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിഹു. അനകീയ നാട്. ബിഹു അനകീയ നാട്. അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് സാത്രിയ. എന്താണ്? സാത്രിയ. അപ്പൊ ബിഹു
ബിഹു സാത്രിയ പ്രധാനാണ്, ബിഹു സാത്രിയ പ്രധാനാണ്. ബിഹു അനകിയ നാട്, സാത്രിയ ആസാം. മണിപ്പൂര് മഹാരസ, ലായി ഹരേബ. അടുത്തത് ബീഹാറിലെ നൃത്തരൂപങ്ങൾ ഓർത്തു വെക്കുക. ബീഹാറിലെ നൃത്തരൂപങ്ങളാണ് ഒന്ന് ബിദാസിയ, ഒന്ന് ബിദാസിയ. അപ്പൊ ബിദാസിയ നൃത്തരൂപം ബീഹാറിലാണ്. അടുത്തത് നോക്കൂ മക്കളെ, ജതാജതി. ജതാജതി നൃത്തരൂപം എവിടെയാണ്? ബീഹാറിലാണ്. അടുത്തത് നിങ്ങൾ നോക്കുക, ജമ്മു കാശ്മീരിലെ നൃത്തരൂപം. ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു നൃത്തരൂപത്തിന്റെ പേര് ചാക്രി എന്നാണ്. ചാക്രി. അടുത്ത നൃത്തരൂപത്തിന്റെ പേര് ഹിക്കാത്ത് എന്നാണ്. ഹിക്കാത്ത്. അടുത്ത നൃത്തരൂപത്തിന്റെ പേര് റൌഫ് എന്നാണ്. അപ്പൊ ചാക്രി, ഹിക്കാത്ത്, റൌഫ് തുടങ്ങിയവ ജമ്മു കാശ്മീരിലെ നൃത്തരൂപങ്ങളാണ്. ബീഹാറിലെ ബിതാസിയ, ജദാജതി ഉണ്ട്. ബിഹു അനകിയ നാട്, അതുപോലെ സാത്രിയം ആസാമിലാണ്. മഹാരസ, ലായി ഹരേബ മണിപ്പൂരിലാണ്. ഇനി അടുത്തത് രാജസ്ഥാനിലെ നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം നിങ്ങള്. ചവർഗിനാട്. എന്താണ്? ആണ് കേട്ടോ. ചവർഗിനാട്, 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 ചവർഗിനാട്. അതുപോലെ തന്നെ കായങ്ക, ചവർഗിനാട്. അടുത്തത് കായങ്ക. നെക്സ്റ്റ് വൺ ഗംഗോർ. ചവർഗിനാട്, കായങ്ക, ഗംഗോർ തുടങ്ങിയവ രാജസ്ഥാനിലാണ്. ചവർഗിനാട്, കായങ്ക, ഗംഗോർ രാജസ്ഥാനിലാണ്. ജമ്മു കാശ്മീരിൽ ചാക്രി, ഹിക്കാത്ത്, റൌഫ്. ബീഹാറിൽ ബിതാസിയ, ജദാജതി. ആസാമിൽ ബിഹു അനക്കിയ നാട്, സാത്രിയ. മണിപ്പൂരിൽ മഹാരസ, ലായി ഹരീബ. ഇനി അടുത്തത് മിസോറാമിലെ നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വയ്ക്കുക. മിസോറാമിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളുടെ ഒരു നൃത്തരൂപമാണ് പ്രധാനമായിട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ബാംബു ഡാൻസ് എന്നാണ്. മിസോറാമിലേതാണ്? ബാംബു ഡാൻസ് ആണ്. ഇനി അടുത്തത് എത്രയോ പ്രാവശ്യം PSCക്ക് ചോദിച്ചിട്ടുള്ള ഉത്തർപ്രദേശിലെ കഥക് നൃത്തരൂപത്തെ കുറിച്ച് ഓർക്കണം. അതുപോലെ ഉത്തർപ്രദേശിൽ ചപ്പേലി എന്ന് പറയുന്ന നൃത്തരൂപമുണ്ട്. ഉത്തർപ്രദേശിൽ നൗതങ്കി എന്ന് പറയുന്ന നൃത്തരൂപമുണ്ട്. അപ്പൊ ചപ്പേലി, നൗതങ്കി, കഥക് ഇതൊക്കെ ഉത്തർപ്രദേശിലാണ്. ഇനി ഹിമാചൽ പ്രദേശിലെ, ഉത്തർപ്രദേശ് പോലെ തന്നെ അടുത്തത് ഹിമാചൽ പ്രദേശില്. ഹിമാചൽ പ്രദേശില് ലുഡി ഓർത്തു വയ്ക്കുക. ലുഡി, ഹിമാചൽ പ്രദേശിലെ ലുഡി. അടുത്തത് ഹിഡ പർഗ്വിൻ, ഹിഡ പർഗ്വിൻ, ഹിഡ പർഗ്വിൻ, ലുഡി തുടങ്ങിയവ ഹിമാചൽ പ്രദേശിലാണ്. അടുത്തത് അരുണാചൽ പ്രദേശില് ധാരാളം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അരുണാചൽ പ്രദേശിൽ ആർക്കെങ്കിലും അറിയോ ഏതാണ് അരുണാചൽ പ്രദേശിലത്? വൈക്കിംഗ് എന്നാണ്. അപ്പൊ അരുണാചൽ പ്രദേശിലെ നൃത്തരൂപത്തിന്റെ പേര് വൈക്കിംഗ് എന്നാണ്. അടുത്തത് മധ്യപ്രദേശിലെയാണ്. മധ്യപ്രദേശിലെ മാച്ച എന്നാണ്. മധ്യപ്രദേശിലെ മാച്ച. അടുത്തത് ഹരിയാനയാണ്. ഹരിയാനയിലെ സ്വാങ് ആണ്. ഹരിയാനയിലെ സ്വാങ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്രയും നൃത്തരൂപം പഠിക്കണം കേട്ടോ. അപ്പൊ ഹരിയാനയിലെ സ്വാങ്, മധ്യപ്രദേശിലെ മാച്ച, അരുണാചലിലെ വൈക്കിംഗ്, ഹിമാചൽ പ്രദേശ് ലുഡി, ഹിഡ പർഗ്വിൻ, ഉത്തർപ്രദേശിൽ കഥക്, ചപ്പേലി, നൗതങ്കി, മിസോറാമിൽ ബാംബു ഡാൻസ്. മിസോറാമിലെ നൃത്തരൂപം ബാംബു ഡാൻസ്. ഉത്തർപ്രദേശിലെ നൃത്തരൂപങ്ങൾ കഥക്, ചപ്പേലി, നൗതങ്കി. ഹിമാചലിലെ നൃത്തരൂപങ്ങൾ ലുഡി, ഹിഡ പർഗ്വിൻ. അരുണാചൽ പ്രദേശിലെ നൃത്തരൂപങ്ങൾ വൈക്കിംഗ്, നൃത്തരൂപം വൈക്കിംഗ്. മധ്യപ്രദേശ് മാച്ച, ഹരിയാന സ്വാങ്. രാജസ്ഥാനിൽ ഏതാണ്? ചവർഗിനാട്, കായങ്ക, ഗംഗോർ. ഇനി ജമ്മു കാശ്മീരിൽ ചാക്രി, ഹിക്കാത്ത്, റൌഫ്. ബീഹാറിൽ ബിതാസിയ, ജദാജതി. ആസാമിൽ ബിഹു അനകിയ നാട്, സാത്രിയ. മണിപ്പൂരിൽ മഹാരസ, ലായി ഹരേബ. സ്വാങ് നൃത്തരൂപം ഹരിയാന, മാച്ച നൃത്തരൂപം മധ്യപ്രദേശ്, വൈക്കിംഗ് നൃത്തരൂപം അരുണാചൽ, ഹിഡാപർഗിൻ, ലുഡി എന്നീ നൃത്തരൂപങ്ങൾ ഹിമാചൽ പ്രദേശ്, കഥക്, ചപ്പേലി, നൗതങ്കി നൃത്തരൂപങ്ങൾ ഉത്തർപ്രദേശ്, ബാംബു ഡാൻസ് നൃത്തരൂപം മിസോറാം, ചവർക്കിനാട്, കായങ്ക, ഗംഗോർ എന്ന് പറയുന്ന നൃത്തരൂപങ്ങൾ രാജസ്ഥാൻ, ചാക്രി, ഹിക്കാത്ത്, റൌഫ നൃത്തരൂപങ്ങൾ ജമ്മു കാശ്മീർ, ബിത്താസിയ, ജദാജതി നൃത്തരൂപങ്ങൾ ബീഹാർ, ബിഹു അനക്കിയ നാട്, സാത്രിയ നൃത്തരൂപങ്ങൾ ആസാമില്, മഹാരസ, ലായി ഹരേബ നൃത്തരൂപങ്ങൾ മണിപ്പൂർ. അപ്പൊ ഇത്രയും നൃത്തരൂപങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഒരുവിധം നിങ്ങൾക്കൊന്ന് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ നൃത്തരൂപം പഠിച്ചു, ഉത്സവങ്ങൾ പഠിച്ചു, മഹാ ഉത്സവമായിട്ടുള്ള കുംഭമേളയെ കുറിച്ചും പഠിച്ചു. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംഗീതവും സംഗീതജ്ഞരും സംഗീതജ്ഞരുടെ ഉപകരണങ്ങളും, ഉസ്താദ് ബിസ്മില്ല ഖാൻ ഏത് നൃത്തരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, കേരളത്തിന്റെ തനത് സംഗീത കലയായ സോപാന സംഗീതത്തിന്റെ കുലപതിയുടെ പേരെന്ത്? ഞെരളത്ത് രാമപൊതുവാള്. അദ്ദേഹത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? ഇടയ്ക്ക, അല്ലെ? അതുപോലെ തന്നെ അങ്ങനെ എന്താ പറയാ, കിങ് ഓഫ് പോപ്പ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? സംഗീതത്തിലെ നോബൽ പ്രൈസ് ഏതാണ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം കൈകാര്യം ചെയ്യാം, സംഗീതവുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ ടീച്ചറെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ച് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന
വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.